ശ്രീരാമ ജയ രാമ ജയ ജയ രാമ ശ്രീരാമ ജയ രാമ ജയ ജയ രാമ ശ്രീരാമ ജയ രാമ ജയ ജയ രാമ ശ്രീരാമ ജയ രാമ ജയ. ഇന്ന് 84 സെക്കൻഡുകൾ, ആ 84 നിമിഷങ്ങളായിരുന്നു ഇന്ന് ഏറ്റവും പുണ്യമെന്ന് വിശ്വസിക്കപ്പെടുന്ന അഭിജിത്ത് മുഹൂർത്തം. ആ മുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നടന്നത്. ഒരു പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഊർജ സ്രോതസ്സിനെയും ആ വിഗ്രഹത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്നു. അതിന് ആരോപിക്കപ്പെടുന്ന പ്രതിഷ്ഠാ ദൗത്യങ്ങൾ എന്തൊക്കെ എന്ന വിധത്തിൽ നിർണയിക്കപ്പെടുന്നു. തുടർന്ന് പ്രതിഷ്ഠ പൂർത്തിയാകുന്നു. ആ വിധത്തിൽ വരും ദിവസങ്ങളിൽ തന്ത്രോച്ചാരണങ്ങളാൽ, തന്ത്രവിധികളാൽ സമ്പുഷ്ടമാക്കപ്പെടുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ രൂപത്തിലേക്ക് മാറുകയാണ്. അവിടേക്ക് വരും ദിവസങ്ങളിൽ വിശ്വാസികൾ ഒഴുകിയെത്തും. നാളെ മുതൽ 1.5 ലക്ഷം വിശ്വാസികൾ, 2 ലക്ഷം വിശ്വാസികളൊക്കെ വരും ദിവസങ്ങളിൽ നിറഞ്ഞെത്തും എന്നാണ് അയോധ്യ കണക്കുകൂട്ടുന്നത്. സരയൂ തീർത്ഥത്തിൽ, സരയൂ നദിയിൽ രാമൻ സരയുവിൽ പോയാണ് ഉത്തരരാമായണത്തിൽ പറയുന്നതെങ്കിൽ ആ രാമതീർത്ഥത്തിൽ നിന്ന് സീതയും രാമനും തിരിച്ചെത്തിയിരിക്കുന്നു അയോധ്യയിലേക്ക് എന്നാണ് അയോധ്യയിലെ പഴയ രാജാവ് പറഞ്ഞത്. സരയൂ തീർത്ഥത്തിൽ കാശിയിൽ കാണുന്ന ഗംഗാ ആരതിക്ക് സമാനമായി സരയൂ ആരതി ആരംഭിക്കുകയാണ്. ഇന്നലെ നമ്മൾ സരയൂ ആരതി കണ്ടു. വരും ദിവസങ്ങളിൽ കൂടുതൽ ശോഭയോടെ വിശ്വാസികൾക്കായി സരയൂ ആരതി എന്നാണ് പറയുന്നത്. പരമോന്നത നീതിപീഠത്തിന്റെ നിർദ്ദേശപ്രകാരം അയോധ്യയിൽ പുതിയ ക്ഷേത്രം ഉയരുമ്പോൾ അവിടെ സരയൂ ആരതി തൊട്ട് ഇങ്ങോട്ട് ഓരോ ചടങ്ങുകളായി ശ്രീരാമന്റെ ജീവിത സന്ദർഭങ്ങൾ വാൽമീകി കുറിച്ചു വച്ച, വാൽമീകി ലവകുശന്മാരെ കൊണ്ട് ശ്രീരാമന് തന്നെ പാടിക്കേൾപ്പിച്ചു കൊടുത്ത ആ അശ്വമേധത്തിന് ആരൊരാൾ കുതിരയെ കെട്ടാൻ എന്ന വിധത്തിൽ മഹാഭാരത നമ്മുടെ ഇതിഹാസങ്ങളിൽ ഏത് രാജാക്കന്മാരും തുറന്നുവിടുന്ന ആ ആകാശത്തെ കെട്ടാൻ ഇതാ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലവനും കുശനും ചേർന്നാണ് അന്ന് ആ കുതിരയെ കിട്ടിയത്. ആ കഥ അവർ പാടിയത് രാജാവിനോട് തന്നെയാണ്, ശ്രീരാമനോട് തന്നെയാണ്. ആ കഥകളിലെ സന്ദർഭങ്ങൾ അത് തൻ്റെ തന്നെ കഥയാണ് എന്ന് പറയുമ്പോൾ സ്ഥൂലമായ ഒരു ചരിത്രത്തിൽ ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ നല്ലതോ തീയതോ അല്ല, അതിനപ്പുറത്ത് ആ മനുഷ്യൻ ദൈവം ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുമ്പോൾ ഒരു ദീർഘമായ ഒരു ഘട്ടത്തിൽ ഇരയും വേട്ടക്കാരനും ഒക്കെ ഞാൻ തന്നെയാണ്, ഓരോ മനുഷ്യനുമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ആ കഥാസന്ദർഭങ്ങൾ അത് എല്ലാം ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ആ യാത്രയുടെ ആരംഭം കുറിച്ച അയോധ്യയിൽ, രാമായണത്തിൻ്റെ യാഗശാലയായി നിന്ന അയോധ്യയിൽ പട്ടാഭിഷേകം നടക്കാതെ പോയി ശ്രീരാമൻ തെന്നിന്ത്യയിലേക്ക് സീതാസമേതനായി ലക്ഷ്മണസമേതനായി കടന്നു വന്ന അയോധ്യയിൽ, അവിടെ ഈ സീതയുമായി തിരിച്ചെത്തി പണ്ട് പട്ടാഭിഷേകം നടന്ന അയോധ്യയിൽ അവിടെ പുതിയ രാമവിഗ്രഹം സ്ഥാപിക്കപ്പെടുന്നു. അവിടെ രാംലല്ല വിരാജ്മാന്റെ മന്ദിർ ഇപ്പോൾ അയോധ്യയിൽ അതിൻ്റെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ വിശ്വാസികൾക്കായി നാളെ മുതൽ തുറന്നു കൊടുക്കുന്നു. ഇന്ന് അവിടെ വിരുന്നെത്തിയ അതിഥികളെല്ലാം, വിളിച്ചു വന്ന അതിഥികളെല്ലാം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ മന്ദിറിൽ ദർശനം നടത്തും. പ്രധാനമന്ത്രി അതിനു മുമ്പായി സമ്മേളനത്തിൽ സംസാരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രധാനമന്ത്രി യോഗി ആദിത്യനാഥ്, ആനന്ദിബെൻ പട്ടേൽ, മോഹൻ ഭാഗവത് ഈ 4 പേരുമാണ് യജമാന സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇന്ന് ഈ കർമ്മങ്ങൾ പൂർത്തിയാക്കിയത്. നമ്മുടെ ഇതിഹാസങ്ങളിൽ 2 ഇത്തരത്തിലുള്ള യാഗങ്ങൾ നടന്നു എന്ന വിധത്തിൽ പറയുന്നുണ്ട്. ആ യാഗരക്ഷകളിൽ ഒന്നിൽ ഈ ഇതിഹാസങ്ങൾ പറയുന്നത് അന്നത്തെ രാജാക്കന്മാരോടാണ്. ലവനും കുശനും രാമായണ ഘട്ടത്തിൽ പറഞ്ഞത് ശ്രീരാമനോട് തന്നെയെങ്കിൽ മറ്റു പരമ്പരയിലെ, കുരുപരമ്പരയിലെ അടുത്ത രാജാവായി വന്ന ജനമേജയനോട് മഹാഭാരതം വിശദീകരിക്കുന്നിടത്താണ്, വൈശമ്പായനൻ കഥ പറയുന്നിടത്താണ് മഹാഭാരതം ഉത്ഭവിക്കുന്നത്. സമാനമായ വിധത്തിൽ പുതിയ രാമരാജ്യം പിറന്നു എന്നാണ് അയോധ്യയിൽ പറയുന്നത്. അതിനപ്പുറത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരമോന്നത നീതിപീഠം നിശ്ചയിച്ച വ്യവസ്ഥകൾക്കനുസരിച്ച് നിർണയിക്കപ്പെട്ട സ്ഥലത്ത് ഉയർന്നു വന്ന പുതിയ ക്ഷേത്രത്തിൽ അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. തന്ത്രവിധി പ്രകാരം, രാമാനന്ദി വിധി പ്രകാരമാണ് അവിടെ ഇന്ന് ചടങ്ങുകൾ, നേത്രോന്മീലനം പൂർത്തിയായത്. മൂടിക്കെട്ടിയ തുണിശീല മാറ്റി പൊന്നിൻ്റെ സൂചി കൊണ്ട് കണ്ണെഴുതി രാമനെ കണ്ണാടി കാണിച്ചുകൊണ്ട് ആ ചടങ്ങ് പൂർത്തിയാക്കുന്ന സൂക്ഷ്മമായ അർത്ഥത്തിൽ മറ്റ് നിരവധി തലങ്ങളുള്ള
തന്ത്രവിധികളിൽ നിരവധി തലങ്ങളുള്ള ആ ചടങ്ങുകൾക്കാണ് പൂർത്തിയാകുന്നത്. അതിനുശേഷമുള്ള മംഗളാരതിയാണ് അല്പസമയത്തിനകം നമ്മൾ കണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലും പരദേശത്തും ഉത്തരേന്ത്യയിലും 2 തലത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളാണ്. ഈ വിധത്തിൽ വിഗ്രഹങ്ങളെ തൊട്ട് തൊഴുക എന്ന ഒരു രീതി, നമുക്കിടയില്ല അകന്നു നിന്ന് ആരാധിക്കുക എന്ന ഒരു സമ്പ്രദായമാണ് മറ്റ് പലയിടത്തും, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ കേരളത്തിലൊക്കെയുള്ളത്. അതിന് സമാനമല്ല ഉത്തരേന്ത്യയിൽ കാണുന്ന രീതികൾ. പക്ഷേ അത് ഓരോ തരത്തിലും നേരത്തെ പൊടയൂർ ജയനാരായണൻ പറഞ്ഞതുപോലെ തന്നെ തന്ത്രവിധികളിലെ മാറ്റം എന്നതിനപ്പുറത്ത് ദേശരക്ഷയ്ക്കനുസരിച്ച് ആരോപിക്കപ്പെടുന്ന ദൗത്യത്തിൽ ആരാധനാ രീതികളും ആചാര പദ്ധതികളും നിശ്ചയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള പൂജാക്രമങ്ങളാണ് ഇപ്പോൾ നമ്മൾ അയോധ്യയിലെ പുതിയ ക്ഷേത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.